ഫ്രണ്ട്സ്. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും എത്തിയില്ലേ? അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞേ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് എങ്ങനെയാ അളക്കുക, എത്രയാണ് ഇതിന്റെ ലെങ്ത് എന്നുള്ളതാണ് ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യാണ്, കർവ്ഡ് ആയിട്ടുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, വളഞ്ഞു തിരിഞ്ഞൊക്കെ ഉള്ള ലൈന്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആ ഒരു ലൈൻ വിചാരിക്കുക. ഇതിന്റെ ലെങ്ത് ഞാൻ എങ്ങനെ അളക്കുക? ഞാൻ വെറുതെ സ്കെയിൽ വെച്ച് ഇതിന്റെ തുടക്കം ഇവിടെയാണ് പറഞ്ഞിട്ട് ഇവിടെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഞാൻ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ലെങ്ത് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ 0, ഇവിടെ എനിക്ക് 5ലാണ് കിട്ടിയെന്ന് വിചാരിക്കുക. 5ലാണ് കിട്ടിയത്. അപ്പോ ഈ ഒരു കർവ്ഡ് ലൈനിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കാരണം പറ്റില്ല. കാരണം എന്താ, ഇത് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തേക്ക് കുറെ ലെങ്ത് എന്ത് ചെയ്തു, ഇതിൽ പോയി. നമ്മളിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അത് കിട്ടില്ല, അങ്ങനെയുള്ള ലൈൻ കിട്ടില്ല. അപ്പൊ ഒരു റോഡ് തന്നെ വിചാരിക്കുക. റോഡ് സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ അളക്കും. അല്ല വളഞ്ഞുള്ള റോഡാണെങ്കിൽ ആ വളവൊക്കെ കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കും. അല്ല, നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഇത് ഫുള്ളായിട്ടുള്ള ലെങ്ത് ആണ് നമ്മൾ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായി ലെങ്ത് എടുക്കണം. അപ്പൊ ഈ സ്കെയില് എനിക്ക് ഇവിടെ കുറച്ച് ഈ വളവൊക്കെ ഇങ്ങനെ വളച്ചു വെക്കാൻ പറ്റുമോ? സ്കെയിലിനെ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്താ ചെയ്യുക, ഒരു നൂലെടുക്കുക. ഒരു ത്രെഡ് എടുക്കുക. ആ ത്രെഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ വരയുടെ മുകളിൽ കൂടെ, ഈ ത്രെഡിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക, വെക്കുക. ഒരു നൂല് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ കൂടെ വെച്ചു. ഇതിന്റെ മുകളിൽ കൂടെ കൃത്യമായിട്ട് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വെച്ച് വന്ന് ഇവിടെ എത്തി. അങ്ങനെ എന്ത് ചെയ്തു, ഇതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ആ നൂലിന് ഇവിടെ ഇങ്ങനെ പിടിച്ചു. നൂലിവിടെ പിടിച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ നിർത്തി. നൂലിനെ നമുക്ക് നിർത്താമല്ലോ, കർവ്ഡായ ലൈനിലല്ലേ നിർത്താൻ പറ്റാത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ആ നൂലിനെ ഞാൻ നിർത്തി പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ സ്കെയിലില് വെച്ചു. ആ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, സ്കെയിൽ വെച്ചിട്ട് അളന്ന് നോക്കുമ്പോ അപ്പൊ എത്രയാണോ സെന്റിമീറ്റർ, അതാണ് ആ കർവ്ഡ് ലൈനിന്റെ സെന്റിമീറ്റർ. അപ്പൊ എത്രയാണോ സെന്റിമീറ്റർ, അതാണ് ആ കർവ്ഡ് ലൈനിന്റെ സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറെ ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതായത് നിങ്ങളടുത്ത് പറയാണ് ഒരു ഫിഗർ 8.7 എന്ന് പറഞ്ഞാൽ അതില് എന്ത് ചെയ്യാണ്, ഫിഗർ 8.7ല് ഒരു കർവ്ഡ് ലൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയാണ് അതിന്റെ ലെങ്ത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ത്രെഡ് എടുത്ത് അതിന്റെ രണ്ടറ്റത്ത് കൂടി, അത് രണ്ടറ്റം മാത്രമല്ല ആ എങ്ങനെയൊക്കെ പോകുന്നു അത് കൂടെയൊക്കെ വെച്ച് മൊത്തത്തിലുള്ള ആ നൂലിന്റെ ലെങ്ത് എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം, നിങ്ങളത് പറയണം കേട്ടോ. പറയില്ലേ? ഇനി എന്ത് ചെയ്യാണ്, നിങ്ങളൊക്കെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഈ ക്രിക്കറ്റ് ബോൾ ഉരുണ്ടിട്ടല്ലേ, അതെ, ഒരു സ്ക്ലിയർ അല്ലേ ഈ ക്രിക്കറ്റ് ബോൾ. അപ്പൊ ഈ ക്രിക്കറ്റ് ബോളിന്റെ ഡയമീറ്റർ എങ്ങനെയാണ് കാണുക, സ്കെയിൽ വെച്ച് കാണാൻ പറ്റുമോ? ഡയമീറ്റർ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇതാണ് നമ്മുടെ ക്രിക്കറ്റ് ബോൾ എന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുക, ഇപ്പുറത്തും ഒരു മരക്കഷ്ണം വെച്ചു, ഇപ്പുറത്തും ഒരു മരക്കഷ്ണം വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഇടയിലുള്ള ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അതായത് ഈ മരക്കഷ്ണം തൊട്ട് ഈ മരക്കഷ്ണം വരെയുള്ള ലെങ്ത് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്തു, നിങ്ങൾ മെഷർ ചെയ്ത് നോക്കി. അപ്പൊ നിങ്ങൾക്കൊരു 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. അപ്പൊ ഇതിന് ഡയമീറ്റർ ആണ് എന്ത്, 2 സെന്റിമീറ്റർ അല്ലെ. മൊത്തത്തിൽ ആ ബോളിന്റെ ഡയമീറ്റർ ആണ് എന്ത്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെയുള്ള അളവ്. അപ്പൊ ഡയമീറ്റർ കിട്ടും 2 സെന്റിമീറ്റർ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ കർവ്ഡ് ആയിട്ടുള്ള ലൈൻ ആണെങ്കിലും ഒരു സ്ഫിയർ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ എന്ത് കാണാം, ഡയമീറ്റർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നീളം കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ലെങ്ത് പറഞ്ഞ ഭാഗത്ത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സെന്റിമീറ്റർ എന്താണെന്നും അങ്ങനെ കിലോമീറ്റർ പറഞ്ഞില്ല. അപ്പൊ കിലോമീറ്ററിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ ഇതിലെ ഒരു പെട്ടിയിൽ തന്നിട്ടുണ്ട്. ഇത് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താണ്, മീറ്റർ ആണ്. ആ പെട്ടി ഞാൻ വായിച്ചിട്ട് മലയാളത്തിൽ അർത്ഥം പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ആണ്. മീറ്റർ ആണ് എന്ത്,
ഈ ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് the smaller units like centimeter, millimeter, micrometer, nanometer are also used in certain situations for convenience. അതായത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്ററിൽ തന്നെ കാണാൻ പറ്റില്ല. കാരണം എന്താ, ചെറിയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് വേണ്ടി വരും. അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ്, അതായത് സ്മോളസ്റ്റ് ആയ യൂണിറ്റ്സ് ആണ്. സ്മോളസ്റ്റ് യൂണിറ്റ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ സെന്റിമീറ്റർ എഴുതാം. സെന്റിമീറ്ററിനെ നമ്മൾ CM എന്നാണ് എഴുതുന്നത്. എന്താണ്? സെന്റിമീറ്റർ. അത് കഴിഞ്ഞാൽ മില്ലിമീറ്ററിനെ എങ്ങനെ എഴുതും? MM എന്ന് എഴുതും. അതാണ് മില്ലിമീറ്റർ. പിന്നെ അടുത്താണ് എന്ത്? മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ μm എന്നുള്ളതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. μm. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് എന്ത്? പിന്നെ നാനോമീറ്റർ. അപ്പം NM എന്ന് ഡിനോട്ട് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ സ്മോളസ്റ്റ് ആയ യൂണിറ്റ്സ് ആണ്. എന്ത്? സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. അപ്പൊ സ്മോളസ്റ്റ് ആയ യൂണിറ്റ്സ് നിങ്ങളുടെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? സെന്റിമീറ്റർ എഴുതാം, മില്ലിമീറ്റർ എഴുതാം, പിന്നെ മൈക്രോമീറ്റർ എഴുതാം, നാനോമീറ്റർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. ഇനി നമ്മുടെ ബിഗർ യൂണിറ്റ്സ് ഉണ്ട്, അതായത് മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് കിലോമീറ്റർ. അതായത് കിലോമീറ്റർ നമ്മൾ കൂടുതലായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക? ഡിസ്റ്റൻസ് അളക്കാൻ, അല്ലേ? ഡിസ്റ്റൻസ് അളക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക? കിലോമീറ്റർ യൂസ് ചെയ്ത് രണ്ട് പ്ലേസ് തമ്മിൽ, ഇപ്പോൾ ഏതെങ്കിലും രണ്ട് പ്ലേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് പ്ലേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കാനാണ് എന്ത് ചെയ്യുക? കിലോമീറ്റർ യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ ആസ്ട്രോണമിക്കൽ കിലോമീറ്ററിനെ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ KM. ഇതാണ് കിലോമീറ്ററിന്റെ സിംബൽ. പിന്നെ പറയുന്നത് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ആണ് കിലോമീറ്റർ യൂസ് ചെയ്യുക. പിന്നെ യൂണിറ്റ്സ് ലൈക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നത് രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ലൈറ്റ് ഇയർ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇത് പഠിക്കുന്നുണ്ട്. പാർസെക്ക്, അങ്ങനെയുള്ള കുറെ വലിയ വലിയ യൂണിറ്റ്സ് പഠിക്കുന്നുണ്ട്. പാർസെക്ക്, പിന്നെ എന്തൊക്കെയാണ്? ലൈറ്റ് ഇയർ, പിന്നെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ യൂണിറ്റ്സും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് പറയുന്നുണ്ട് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ. അതായത് നമ്മുടെ എർത്ത് നിന്ന് എന്ത് ചെയ്യാണ്? സണ്ണിലേക്ക്, നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ആവറേജ് ഡിസ്റ്റൻസ് ആണ് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ. എർത്ത് നിന്ന് സണ്ണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? റൈറ്റ് ഡൗൺ ദ ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ ഡെഫിനിഷൻ. അപ്പൊ എന്ത് എഴുതാം? വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ എഴുതാം. One astronomical unit, ഒരു astronomical unit is എന്ന് പറഞ്ഞാൽ എന്താണ്? is the average distance from എവിടുന്ന് എവിടേക്കാണ്? എർത്ത് നിന്ന് സൺ, എർത്ത് ടു സൺ. അപ്പൊ ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത്? വൺ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഡെഫിനിഷൻ എല്ലാവരും എഴുതിയിട്ടുള്ളൂ. എഴുതാ വൺ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഇസ് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ. അതാണ് ആദ്യത്തെ ഇത്. ഇനി ലൈറ്റ് ഇയർ ഉണ്ട് എന്ന് പറഞ്ഞു. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ വൺ ലൈറ്റ് ഇയർ ഈസ് ദ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ലൈറ്റ് ഇയർ എന്താണ്? ലൈറ്റ് ഇയർ എന്നാണ് വലിയൊരു യൂണിറ്റ് ആണ്. അപ്പോ വൺ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലൈറ്റ് ഇയർ ഈസ് ദ
ഡിസ്റ്റൻസ് ട്രാവൽഡ് by light in 1 year. അതെന്താണ്? ഒരു ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇയറിൽ എത്രത്തോളം, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈറ്റ് എന്താണ് 1 ഇയറിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ഒരു ലൈറ്റ് എന്ത് ചെയ്യണം? 1 ഇയറിൽ, ഒരു ഇയറിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് എന്ത്? എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് എന്ത്? 1 ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഈ ഡെഫിനിഷൻ എല്ലാവരും എഴുതുക. 1 ലൈറ്റ് ഇയർ ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലൈറ്റ് ഇയർ മനസ്സിലായല്ലോ. ഇനി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെന്റും അതേപോലെ മെഷർമെന്റ് തന്നിട്ടുണ്ട്, പിന്നെ വാല്യൂ ഇൻ മീറ്റർ തന്നിട്ടുണ്ട്. അതായത് 1 കിലോമീറ്റർ 1 കിലോമീറ്റർ പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഇക്വൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പൂജ്യം ഉണ്ട് അല്ലേ? 3 പൂജ്യം ഉണ്ടെങ്കിൽ 10 എഴുതുക. ഇത് 3 പൂജ്യം ഇല്ല, അപ്പോൾ 3 എഴുതുക. ഇത് 0 എത്ര എണ്ണം എന്നുള്ളതാണ് ഈ മോളിൽ എഴുതുക. 0 എത്ര എണ്ണം എന്നുള്ളതാണ് ഈ മോളിൽ എഴുതുക. അപ്പൊ എന്ത് ചെയ്യാം? 10⁻³ ഇതാണ് വാക്യം. എന്താ വാക്യം? 10⁻³ ഇത് 10 എന്നുള്ളത് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇത് എന്ത് ചെയ്യാം? ഈ 0ന്റെ മുകളിൽ ചെറുതാക്കി, അതായത് 10 എത്ര വലുപ്പം മതി എന്ത് ചെയ്തു? ചെറുതാക്കിയിട്ട് 3 എഴുതി. അതാണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. 10⁻³ മീറ്റർ ആണ് ഇത് 1000 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 1 സെന്റിമീറ്റർ ഈക്വൽ ടു എന്താ? 1/100 മീറ്റർ. 1/100 മീറ്റർ ആണ്. ഇത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 ആയിട്ടുള്ള 100. ഇത് 1 സെന്റിമീറ്റർ 100 തവണ ഡിവൈഡ് ചെയ്തിട്ടുള്ള മീറ്റർ ആണ് എന്ത്? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെ എഴുതി വെച്ചാൽ 1 ഉണ്ട് അല്ലേ ഇവിടെ? 1/100 ആണ്. അപ്പൊ ഇവിടെ 10 എഴുതി. എത്ര പൂജ്യം ഉണ്ട്? 2. അപ്പൊ 10² മീറ്റർ. ഓക്കെ. ഇനി 1 മില്ലിമീറ്റർ അപ്പൊ എന്താവും? 1 മില്ലിമീറ്റർ ഈക്വൽ ടു എന്താവും? 1/1000 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 1/ എത്ര പൂജ്യം ഉണ്ട്? 3. അപ്പൊ 10⁻³ മീറ്റർ. ഇനി അടുത്തത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ട്? മ്യൂഎമ്മും എൻഎമ്മും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ടും പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സ്. ഇനി പറയാനുള്ളത്, ഒരു ബോക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ബോക്സിന് എന്തൊക്കെ കാണാം? ലെങ്ത് കാണാം, ബ്രെഡ്ത്ത് കാണാം അല്ലേ? ലെങ്ത് കാണാം, ബ്രെഡ്ത്ത് കാണാം, ഹൈറ്റ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ എന്താണ്? ലെങ്ത് വെച്ചിട്ടാണ് കാണുക. ഇനി അടുത്തത് പറയാനുള്ളതാണ്. അപ്പൊ ലെങ്ത്തിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ മാസ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ മാസാണ് പറയണ ആ മാസമല്ല, ഇത് വേറെ മാസ്. എന്ത് മാസാണ്? മാസ് പറഞ്ഞാൽ എത്രത്തോളം വെയിറ്റ്, അതായത് എത്ര വെയിറ്റ് ഉണ്ട് അതില്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ മാസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ പോകണമെങ്കിൽ ഇത്ര കിലോഗ്രാം വേണം, 1 കിലോ പഞ്ചസാര എന്നല്ലേ പറയുക. അപ്പൊ അതേപോലെ അവിടെ എങ്ങനെയാണ് മാസിനെ നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയാൻ പോകുന്നത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ, എന്ത് സബ്സ്റ്റൻസോ ആയിക്കോട്ടെ, എന്ത് ഇതോ ആയിക്കോട്ടെ, അതിന്റെ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ മാസ് വെച്ച് കഴിഞ്ഞാൽ എത്ര മാറ്റർ, എത്ര ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അതിലുണ്ട് എന്നുള്ളതാണ് എന്ത്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു ഷുഗർ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഷുഗറിന്റെ ആ പാർട്ടിക്കിൾസ്, അതായത് ആ മാറ്റർ അതിലുണ്ട് എന്നുള്ളതാണ് എന്ത്? അതിലുള്ള അർത്ഥം. ഇപ്പൊ മാസ് എങ്ങനെ എഴുതുക? നമ്മള് എങ്ങനെ എഴുതുക? മാസ് ഓഫ് എ, മാസ് ഓഫ് എ, അപ്പൊ ലെങ്ത് അല്ല, എടുത്തത് മാസ് ആണ്. ലെങ്തിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തതാണ് എന്ത്? മാസ്. മാസ് ഓഫ് എ
മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, ഈസ് ദ, ഒരു മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ്, ഈസ് ദ measure of the quantity, measure of the quantity, and the mass of a substance is the measure of the quantity of matter, quantity of matter, quantity of matter contained in it, contained in it. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ മാസ് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അതിലുണ്ട് എന്നുള്ളതാണ് എന്ത്, മാസ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, ഡാഷ്, ഇത് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ദ ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, എത്ര ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ട് എന്നുള്ളതാണ് എന്ത്, ഒരു സബ്സ്റ്റൻസിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ എന്ത്, മാസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ഈ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഈ ത്രാസ് കണ്ടിട്ടുണ്ടോ, ത്രാസ് എന്ന് പറയും. ചെറുപ്പത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും. എന്താ ഈ ത്രാസ്? തുലാഭാരം കണ്ടിട്ടുണ്ടാവുമല്ലോ, തുലാഭാരം. അതായത് കുറെ അമ്പലങ്ങളിലും ഒക്കെ എന്തുണ്ട്, തുലാഭാരം ഉണ്ട്. തുലാഭാരം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, ഒരു ഒരു ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു കൊക്കിയിട്ടിട്ട് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ മെഷർ, കുറെ മെഷർ ഉണ്ടാവും. ആ മെഷറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റണ പോലെ ഒരു ഇത് കാണാം അല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യും, തുലാഭാരം. അപ്പൊ അമ്മയോടൊക്കെ ചോദിച്ചറിയാം എന്താണ് ഈ തുലാഭാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അമ്പലത്തിലേക്ക് ഇങ്ങനെ നേരും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത്ര തുലാഭാരം തൂക്കുക. ഇത് എന്തിന്റെ, ഒരു പഴക്കൊലയോ അല്ലെങ്കിൽ സ്വർണ്ണോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ശർക്കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, തുലാഭാരം നടത്താന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും, ഒരാൾ ഇവിടെ ഇരിക്കും. ആരാണോ തുലാഭാരം ചെയ്യാന്ന് പറഞ്ഞത് അയാൾ ഒരു സൈഡിലിരിക്കും, മറ്റേ സൈഡിൽ നമ്മൾ എന്ത് സബ്സ്റ്റൻസിനെയാണോ പറഞ്ഞ് അത് വെക്കും. അതിങ്ങനെ വെച്ച് 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 ലാസ്റ്റ് എന്ത് ചെയ്യണം, ഇയാളുടെ വെയിറ്റിനെക്കാട്ടിലും എന്ത് ചെയ്യണം, ഈ സബ്സ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താവും, അപ്പൊ ഏതാ താഴുക, കനം കൂടിയതല്ലേ താഴുക, കനം കൂടിയ ഭാഗം താഴും. അപ്പൊ എന്ത് ചെയ്യും, സബ്സ്റ്റൻസ് എവിടെയാണ് ഇരിക്കുന്നത് അത് താഴും, ആളിരിക്കണത് പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്തു, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, തുലാഭാരം നടത്തുക. അപ്പൊ അതേപോലെ മുമ്പ് യൂസ് ചെയ്യണതാണ് നമുക്ക് കൃത്യമായിട്ട്. ഇപ്പൊ ഈ വെയിങ് മെഷീനിൽ ഡിജിറ്റൽ ആയിട്ടുള്ള വെയിങ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ യൂസ് ചെയ്യണത് നമ്മൾ എന്താണ്, അങ്ങനെയുള്ള കുറെ കട്ടകളാണ്, അങ്ങനെ ഉണ്ടാവും, കുറെ കട്ടകൾ ഉണ്ടാവും. ഇതിൽ 1 kg അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, 1 കിലോഗ്രാം ഷുഗർ ആണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത് വെച്ചിരിക്കുക. അപ്പൊ 1 കിലോഗ്രാം ഷുഗർ നിങ്ങളിവിടെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കട്ടി ഇവിടെ 1 കിലോഗ്രാമിന്റെ കട്ടി ഇവിടെ വെച്ചു. അപ്പൊ ഈ 1 കിലോഗ്രാം ആവണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈക്വൽ ആയി നിന്നാൽ മാത്രമേ എന്തുള്ളൂ, ആ ഷുഗർ ഇത് ഇവിടെ എത്രയാണോ ഷുഗർ ഉള്ളത് അത് 1 കിലോഗ്രാം ആണെന്ന് ഇവിടെ പറയുള്ളൂ. അതാണ് നിങ്ങളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചിത്രത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് താഴണം, അതാണ് നമ്മുടെ ഈ ത്രാസ് എന്നൊക്കെ പറയുക. അപ്പോ നേരത്തെ പറഞ്ഞ എന്ത്, ലെങ്ത് ഓഫ് എന്ത്, ലെങ്ത്, അതായത് ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത്, ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ ആണ് എന്നുള്ളത് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ എന്താണ്, ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്താണ്, കിലോഗ്രാം ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്താണ്, മാസിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്, ഈസ് കിലോഗ്രാം. മറ്റേത് എന്തായിരുന്നു, ലെങ്ത്തിന്റെ എന്തായിരുന്നു, മീറ്റർ ആയിരുന്നു. ലെങ്ത്തിന്റെ എന്തായിരുന്നു, മീറ്റർ. ഇവിടെ എന്താണ്, മാസിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. അതിന്റെ ഈ കിലോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ kg എന്നാണ് എഴുതുക. കിലോഗ്രാം എന്തായിട്ട് kg. അപ്പൊ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് എ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞു. ബേസിക് യൂണിറ്റ് ഓഫ് മാസ് എന്താണ്, കിലോഗ്രാം ആണ്. അതിന്റെ സിമ്പൽ എന്താണ്, kg. ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു ലെങ്തിന് കുറെ ചെറിയ ചെറിയ മെഷർമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഇതിലും എന്തുണ്ട്, മാസിന് കുറെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ട്, അതും കൂടി പറയാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സ് വേണം ഇവിടെ
മില്ലിമീറ്റർ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ ഇതേപോലെ ഇവിടെ എന്താണ് മില്ലി ഗ്രാം, എന്താണ് മില്ലി ഗ്രാം ആണ്. അതിനെ നമ്മൾ mg എന്നാണ് ഡിനോട്ട് ചെയ്യുക, മില്ലി ഗ്രാം. പിന്നെ അടുത്താണ് എന്ത് ഗ്രാം, വെറും ഗ്രാം അത് സ്മോളസ്റ്റ് ആണ്, അതിനെ g എന്നാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ അടുത്താണ് എന്താണ് ക്വിന്റൽ, ടൺ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ക്വിന്റലും ടണ്ണൊക്കെ എന്താണ് വലിയ യൂണിറ്റ് ആണ്, കെ ജി ഒക്കെ വലിയ യൂണിറ്റ് ആണ്. ഈ ഗ്രാം മില്ലിഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ് കിലോഗ്രാമിനേക്കാൾ ചെറിയ യൂണിറ്റ് ആണ്. ഇതേപോലെ എന്തെങ്കിലും കൺവേർഷൻ, അതായത് 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1/10⁶ kg ആണ്. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1/10⁶ kg ആണ്. അപ്പൊ ഈ 1/10⁶ ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ഈ മോളത്തെ 6 ഇത് 10 തന്നെ മോളിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇത് പോസിറ്റീവ് 6 ആണ്, അപ്പൊ ഇത് മോളിക്ക് -6 വരും. 10⁻⁻6 kg ആണ് ഇതെന്ന് എഴുതും. ഇനി അടുത്താണ് എന്ത് 1 ഗ്രാം. 1 ഗ്രാം = ഇതേപോലെ 1/10⁻³ കിലോഗ്രാം ആണ്. അപ്പൊ ഇതേപോലെ 10⁻³ മോളിക്യൂൾ എന്താവും 10⁻³ കിലോഗ്രാം. അപ്പൊ ഈ കൺവേർഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലെങ്തിലും മാസിലും ഒക്കെ ആയിട്ട് പഠിക്കണം. അപ്പൊ ബേസിക് യൂണിറ്റ് ഏതാണെന്നുണ്ട്, പിന്നെന്താ അതിന്റെ ചെറിയ യൂണിറ്റ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ അളക്കുക എന്നുള്ളതുണ്ട്, മാസും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ലെങ്ത്തും മാസും